കേൾക്കാമോ? ഹലോ ആ ഹലോ ആ ഞാൻ ഇതിൽ കുറേ സമയം വിളിക്കുന്നത് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഭാഗ്യത്തിനെന്തോ കിട്ടി. ആണോ? സന്തോഷം. എനിക്ക് 2-3 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ ഞാൻ ഇതിൽ ഇഷ്ടപ്പെടുന്നത് ഒന്ന് അനീഷിന. അനീഷ് അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാല് അനീഷാണ് അതിലേക്ക് ഏറ്റവും വെച്ചിട്ട് എന്താ പറയണ്ടേ, നല്ല ഒരു പക്വതയോടുകൂടെ കളിക്കുന്നത്, പെരുമാറുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനു വെച്ചാൽ നന്നായി ആദില എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്തെല്ലാം ചെയ്ത്. അപ്പൊ ആര്യൻ പാവല്ലേ? നല്ല ഒരാളല്ലേ? ആര്യം പാവല്ല വെച്ചാൽ ആര്യൻ ഒരു കുട്ടിക്കളിയും അങ്ങനെ എങ്ങനെയെല്ലാം ഉള്ള ഒരാളാണ്. അത് ശരി. കുട്ടികളിയുള്ളവരെ കുട്ടി കളിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടേ? അത് വേണം. അതും കണ്ടിരിക്കാൻ കുഴപ്പമില്ല. കണ്ടിരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ജിസൈലിനോടൊക്കെ എന്ത് തോന്നുന്നു? ജിസൈലും മോശമില്ല. ഞാൻ അത് എനിക്കറിയാം. ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടാവും. കപ്പൊന്നും കിട്ടൂല, ലാസ്റ്റ് വരെ ഉണ്ടാവും. അപ്പൊ ശ്രീമതി എന്ത് ചെയ്യുന്നു? ഞാൻ ടൈലറിങ് പണിയാണ്. ടൈലറിങ്. അപ്പോൾ ഞാൻ ടൈലറിങ് ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവരുടെ വസ്ത്രധാരണം ഒന്നും ശരിയല്ലെന്ന് ചില പ്രേക്ഷകർ ഇവിടെ വന്ന് നമ്മുടെ പൊതുവേദിയിൽ പറയുന്നുണ്ട്. അങ്ങനെ മോശം വസ്ത്രമാണെന്ന് തോന്നിയോ? അങ്ങ് ഒരു വസ്ത്രധാര രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതിലെ ഈ മത്സരാർത്ഥികളുടെ വസ്ത്രധാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്രീമതി? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാല് അത് ഇപ്പോഴത്തെ ഇതല്ലേ, ഇപ്പോഴത്തെ സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടെന്നൊന്നും പറയാനില്ല. പിന്നെ കുറച്ച് ചില ആൾക്കാരെ കാണുന്ന കണ്ണിന്റെ പ്രശ്നമുണ്ട്. കണ്ണിനാണ് പ്രശ്നം, അല്ലാതെ വസ്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ലില്ല, പുറത്തതൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ജയിക്കാൻ വേണ്ടി പോകുന്ന ഷാനവാസ് ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് അന്വേഷിച്ച് സെക്കൻഡ് ഷാനവാസ്. ഈ അനുമോൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കരയുന്നതും ആകുന്നതും ഇങ്ങനെ അത് ഒരു കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ട്. അഭിപ്രായം തുറന്നു പറയാം. പിന്നെ എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, ഈ ബിഗ് ബോസിന്റെ അകത്ത് പുറത്തും ജനങ്ങൾക്ക് അറിയപ്പെടുന്ന ആളല്ലാണ്ട് അതായത് സാധാരണ വീട്ടുകാരെ എന്നെ പോലത്തെ ആളെ ഒന്ന് വിളിക്കോ ബിഗ് ബോസിലേക്ക് വരാൻ? ശരി. ബിഗ് ബോസിൽ പങ്കെടുക്കാൻ താല്പര്യം വീട്ടുകാരൊക്കെ സമ്മതിക്കോ? ഇത്രയും 100 ദിവസം മാറി നിൽക്കാൻ? വീട്ടുകാർ സമ്മതിപ്പിന്റെ ഉറപ്പായിട്ട് സമ്മതിക്കും. ഇത് ഞാൻ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡും ടൈലറിംഗ് രംഗത്തുള്ള ആളാണോ? അതെ, രണ്ടുപേരും ഒരേ ജോലിയാണ്. നമുക്ക് മക്കളൊന്നുമില്ല, നമ്മൾ 2 ആളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെ വീട്ടിൽ കുറെ ആളുണ്ട്. പിന്നെ ബിഗ് ബോസിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടല്ലേ? ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് താല്പര്യമുണ്ട്. അവിടെ വന്നിട്ട് ഒരു 2-3 ആഴ്ച നിന്നാ മതി. എനിക്ക് അവിടെ വരാൻ എനിക്ക് ലാലേട്ടനെ അടുത്ത് കാണാൻ, ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇവരെ ഞാൻ ഇപ്പം തന്നെ ഈ പ്രാവശ്യം തുടങ്ങിയപ്പോ തന്നെ നിൽക്കുന്നുണ്ട്. ദൈവമേ, എനിക്ക് ഒരവസരം ഇത് എന്തോ എനിക്ക് 10 ഭാഗ്യം ഞാൻ വിളിച്ചിട്ട് കിട്ടിയത്. 100 അപ്പത്തോട്ട് വിളിക്കാൻ വേണ്ടി തുടങ്ങും ഞാൻ ഓരോ പരിപാടിയിൽ കാണുമ്പോ. നിങ്ങൾ ഈ ചാനലിലുള്ള പരിപാടി തന്നെ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട പരിപാടികൾ ഓരോന്നുണ്ടായിട്ടുണ്ട്. അത്രയുണ്ട്. വിളിച്ചാലും കിട്ടില്ല. അപ്പൊ ഞാൻ ഇത് വെറുതെ നിങ്ങൾ കൊടുക്കുന്നതാണോ നമ്പർ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എനിക്ക്. അത്രയും നല്ല പരിപാടി ഇതിനകത്ത് ഉണ്ടാവലുണ്ട്. ഈ വിളിച്ചിട്ട് വർത്തമാനം പറയാൻ വേണ്ടി പറ്റുന്നത് തന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് എത്രയോ ഉപകാരപ്പെടാണ്. എത്രയോ കാര്യങ്ങൾ ചോദിച്ചറിയാനും പറ്റും. പിന്നെ ചെറിയ ആൾക്കാർ ഒന്നും പറയാനില്ലാണ്ട് ആടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ ഫോൺ അപ്പാടുങ്ങൾ കട്ടാക്കുകയും ചെയ്യണം. സംസാരിക്കാൻ അവസരമുള്ളവർക്ക് കൊടുക്കുക, അവർ സംസാരിക്കട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു കപ്പം കൊണ്ട് പോവാ, അനീഷ് തന്നെ പോവാ, ഉറപ്പ് തരാം. റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് ഒന്നും കൂടി ഈ പരിപാടി വെക്കാം. അപ്പൊ അനീഷ് ജയിക്കുകയാണെങ്കിൽ എനിക്ക് മുട്ടായൊക്കെ അയച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോറ്റാൽ അയച്ചു തരേണ്ടത് എനക്ക് അയച്ചു തരണോ? ഞാൻ അങ്ങോട്ട് അയച്ചു തരണ്ടേ? എനക്ക് അയച്ചു തരണോ? എന്റെ ഫോൺ നമ്പർ ഇത് തന്നെ നമ്പറും. ശരി, അത് വിളിക്കുമല്ലോ. അപ്പൊ ജയിക്കട്ടെ. അപ്പൊ ഞാൻ നമ്പർ എടുത്തോളാം. ഓക്കെ. കണ്ണൂർ വീട് എവിടെയാന്ന് പറഞ്ഞ്? എന്റെ തീർന്നില്ലേ? ഒന്നുകൂടി എന്നുവെച്ചാൽ എനിക്ക് ഇതിൽ ഈ അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോ എനിക്ക് ബിഗ് ബോസിലേക്ക് വരാൻ ഞാൻ എന്ത് ചെയ്യണം? അത് നമുക്ക് ആ സമയത്ത് അവർ എൻട്രി വിളിക്കും. അപ്പൊ നമുക്ക് അതിൽ അപേക്ഷ കൊടുത്ത് ഇന്റർവ്യൂവിന് പോകാം. വരുമോ നോക്കാം. സമയം ഇത് തീരട്ടെ ആദ്യം. ലാലേട്ടനെ ഒന്ന് അടുത്ത് കാണാൻ, ബിഗ് ബോസിലൊക്കെ ഒന്ന് കേറാനും. മോഹൻലാലിന്റെ വലിയ ആരാധകനാണോ? ശരി. യെസ്, ഓക്കെ. അപ്പൊ വില്യംസ് എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. വില്യംസൺ, ഞാൻ ഈ ഷോ സ്ഥിരമായിട്ട് കാണാറില്ലെങ്കിലും പരമാവധി സമയം കാണാറുണ്ട്. എനിക്കിഷ്ടമാണ്. അനീഷിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും ഈ അനീഷിനെ ഇഷ്ടം എന്ന് പറയുന്നതിൽ ഒരു കാര്യം. അനീഷിനെ ഇഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹം
വളരെ ജെന്യൂനാണ്. പിന്നെ കാര്യങ്ങൾ വ്യക്തമായി മറ്റ് കണ്ടസ്റ്റൻസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അനീഷ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സ്ഫുടതയോടുകൂടി പറയുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും അനീഷ് എന്താ ഉദ്ദേശിക്കുന്നത്. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഷാനവാസ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, പക്ഷെ സുഹൃത്താണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, വളരെ ചെറിയ മിസ്റ്റേക്ക് പറയുന്നതും ചെയ്യുമ്പോഴും അദ്ദേഹം അത് തുറന്നു കാണിക്കുന്നു. അതാണ് അനീഷിന് കൂടുതൽ ഇഷ്ടം. അപ്പൊ അനീഷിന് എതിരെ ചില പരാതികൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ നിരന്തരം പറയുന്നു. കിച്ചണിൽ മാത്രമേ അനീഷിന് ഒരു റോള് പ്രധാനമായി ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിൽ കാര്യമുണ്ടോ? അതില് കാര്യം അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനിത് റെഗുലർ ആയിട്ട് കാണാറില്ല. പക്ഷെ ഒരു വട്ടം ഞാൻ കണ്ടപ്പോ അതിൽ ആദില എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അനീഷിനെ മേധകി ഓരോന്ന് എറിയുന്നു, വെള്ളം ഒഴിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഒരു കുഞ്ഞനുജത്തി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ അദ്ദേഹം കാണുകയാണ്. ഈ വക പെരുമാറ്റങ്ങൾ കൊണ്ടാണ് അനീഷിന് കൂടുതൽ താല്പര്യമായിട്ട് തോന്നുന്നത്. പിന്നെ സാർ ഒരു കാര്യം പറയാണ്ട്, ഇത്ര നാളെ ഈ ഷോയിനോട് ഇത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോ ഒരു ഫാമിലി റൗണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റ് കണ്ടസ്റ്റൻസിന്റെ വീട്ടിൽ നിന്നൊക്കെ ബന്ധുക്കളും അവരൊക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ഈ അനീഷിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹം ഇവര് വന്നപ്പോ കുറെ ടാസ്ക് കൊടുത്തു. അദ്ദേഹം ആദ്യം പരാജയപ്പെട്ടു. കുറെ നേരത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയെ കാണാൻ പറ്റിയത്. അപ്പൊ കണ്ടപ്പോ ഭയങ്കര വികാര നിർഭരൊക്കെ ആയിരുന്നു. പക്ഷെ ഓരോ കണ്ടസ്റ്റൻസ് വരുമ്പോഴും കുറച്ചു നേരമാണ് ഫാമിലിനെ അതിന്റെ ഉള്ളിൽ അവർ നിർത്താൻ സമ്മതിക്കുന്നത്. പക്ഷെ അതിൽ ഡോക്ടർ ബിന്നി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിന്റെ ഒരു ഫാമിലി ആയിട്ട് അദ്ദേഹത്തിന്റെ ഭർത്താവ്, അതൊരു സീരിയൽ ആക്ടറാണ്, വന്നപ്പോ 1-2 ദിവസം അതിന്റെ ഉള്ളിൽ താമസിക്കുകയാണ്. അതെന്താ മറ്റു കണ്ടസ്റ്റൻസിന് അത് അവർ ചെയ്യാത്തത്? അത് അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയൊരു അത് യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ വേറെ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് വളരെ സന്തോഷം വിളിച്ചത്. നീനു എന്നെ വിളിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. നീനു മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നീനു മലപ്പുറം കാളികാവ്. കാളികാവ് എന്ന് പറഞ്ഞാൽ ആ എടപ്പാളിന് അടുത്തല്ലേ? അല്ല, മലപ്പുറത്ത് കാളികാവുണ്ട്, പുല്ലങ്കോട് ഭാഗം. ഓ അത് ശരി. മലപ്പുറം ടൗണിനടുത്ത് അല്ലേ? ടൗൺ. എന്താ പിന്നെ വർക്ക് ചെയ്യാത്ത? എന്താ ഒരു ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാങ്കേതിക അറിവ് കയ്യിലുണ്ട്. വർക്ക് ചെയ്യാത്തതിന് കാരണം 2 കുട്ടികളായി, കുട്ടികൾ ചെറുതാണ്. അപ്പോ ഇതേപോലെ ഒരു ലാബ് ടെക്നീഷ്യൻ എന്നെ വയനാട്ടിൽ നിന്നാണ് വിളിച്ചത്. അത് നീനു ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അവരും എന്നോട് പറഞ്ഞു കുട്ടികൾ ചെറുതാണ്, കുറച്ച് വലുതായിട്ട് വീണ്ടും വർക്കിന് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം ലാബ് ടെക്നീഷ്യൻ ചെയ്യുമ്പോൾ നേരത്തെ പോകണം, ഡ്യൂട്ടിക്ക് നേരത്തെ പോകണം. ശരി. അപ്പോ തനിച്ച് നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ കുട്ടികള് തനിച്ചാവില്ലേ, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി രാവിലെ എഴുന്നേറ്റ് പോകാൻ ഒരു പ്രയാസമാണ് അല്ലേ? അതുകൊണ്ടല്ല, വീട്ടിൽ കുട്ടികളെ തനിച്ചാക്കി പോണ്ടേ. തനിച്ചാണ് താമസം. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളുമാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യും. ലാബ് ടെക്നീഷ്യൻ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചല്ല അല്ലേ? അപ്പൊ ഹസ്ബൻഡ് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടികളെ നോക്കാനൊക്കെ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബിഗ് ബോസ് നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ കാണുന്നത്? ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ പേര് സുജിത്ത്. അപ്പൊ സുജിത്ത് നീനു ഒരുമിച്ചിരുന്നാണോ ബിഗ് ബോസ് കാണുന്നത്? ബിഗ് ബോസ് കാണാറുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതെന്താ? സീസൺ 7 ഇഷ്ടപ്പെട്ടില്ല ചുരുക്കം പറഞ്ഞ. അതെന്താ കാര്യം? കാരണം മോഹൻലാലിനോട് ഇഷ്ടക്കുറവൊന്നല്ല, അതിലുള്ള കണ്ടസ്റ്റൻസ് വളരെ മോശമാണ് ഇപ്പോഴത്തേത്. പക്ഷേ ഇത്തരം പരിപാടികളെ കുറിച്ച് നീനുവിന്റെ അഭിപ്രായം എന്താണ്? ഇത് ഒരു എന്റർടൈൻമെന്റ് ആയി കണക്കാക്കാമോ അതോ ഇത് സമയം വേസ്റ്റ് ആണോ? എന്റർടൈൻമെന്റ് ഇത് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം വേറൊന്നും ഉണ്ടല്ല, കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതിലൊക്കെ കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. കാരണം ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പല ആൾക്കാരും. പക്ഷെ ഇപ്പോഴത്തെ കൂടുതലും ഫ്രണ്ട്ലി അല്ല. ഓക്കെ, അപ്പൊ വ്യക്തമാണ്. ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കണം. കാരണം ഇതുപോലെ ഒരു ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരു നിസ്സാര ജോലിയല്ല. നമ്മൾ ഇന്ന് അറിയാൻ എന്തൊക്കെ തരം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ രാജ്യം നേരിടുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുള്ളവരാണ് ആരോഗ്യ പ്രവർത്തകർ. അപ്പോൾ അതിലൊരു സാങ്കേതിക മികവുള്ള ഒരാൾ വീട്ടിൽ വെറുതെ ഇരിക്കുക, വെറുതെ അല്ല കുട്ടികളെ നോക്കി ഇരിക്കുക എന്ന് പറയുമ്പോഴും വീട്ടില് വെറുതെ ഇരിക്കല, കുട്ടികൾ ഒന്നുകൂടി ആയിട്ട് പോകാം. അത് നോക്കണം.
നോക്കാം, ഓക്കെ ശരി ട്രൈ ചെയ്യുന്നുണ്ട്. ആ ശരി ഓക്കെ